ശരിക്കും പറഞ്ഞാൽ കൊട പിടിച്ചുകൊണ്ടല്ല നമ്മൾ അനുഭവിക്കേണ്ടത്. പക്ഷേ കയ്യിൽ മൈക്കും ആയുധങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടാണ് കൊട പിടിച്ചിരിക്കുന്നത്. പൊതുവേ ഈ ചാറ്റൽ മഴ നമ്മളിങ്ങനെ രണ്ട് കൈ നീട്ടി ആസ്വദിക്കണം. നല്ല കനത്ത മഴയാണെങ്കിലോ പുറത്തിറങ്ങി നിന്ന് മഴ കൊണ്ട് നൃത്തം ചെയ്യണം. അങ്ങനെ മഴയെ അനുഭവിക്കാതെ പോയാൽ ഈ പെയ്യുന്ന മഴയൊക്കെ അർത്ഥമില്ലാത്തതായി തീരും. ഈ മഴയ്ക്കൊക്കെ ഒരു അർത്ഥം ഉണ്ടാവുന്നതാണ് നമ്മളെ നനയിക്കാൻ കൂടി പെയ്യുന്ന മഴയാണെന്നേ. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ മഴയൊന്നും കൊള്ളാതെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് എപ്പോഴും പോയിരിക്കും. എപ്പോഴും മഴ നനയണമെന്നല്ല, മനസ്സിന് സമ്മർദ്ദമൊക്കെ വരുമ്പോൾ മഴയത്തൊക്കെ ഇറങ്ങി ഒരു സൈക്കിൾ ചവിട്ടുക, ഒരു റൗണ്ട്, ഇല്ലെങ്കിൽ നിങ്ങളൊരു 10 മിനിറ്റ് നടന്നിട്ട് വരിക. എല്ലാ സമ്മർദ്ദങ്ങളും ആ മഴയുടെ തണുപ്പിൽ ഇല്ലാതായിത്തീരും. മഴയെന്ന് പറഞ്ഞാൽ കൊള്ളാനുള്ളതാണ് സാർ, കൊള്ളാതിരിക്കാനുള്ളതല്ല. മഴയോർമ്മകളിലേക്കൊന്ന് പോയി വരാം. ഈ മഴയ്ക്കും ഏറെയുണ്ട് പറയാൻ. കടുത്ത വേനൽ ചൂടിനിടയിൽ കുളിരായി പെയ്തിറങ്ങിയതാണ്. മണ്ണിന്റെ മണം അങ്ങനെ ആകെ പരത്തി ഒരു കുഞ്ഞു കാറ്റോടെയാണ് വരവ്. ഓർമ്മകളുടെ തണുപ്പ് സമ്മാനിക്കാത്ത മഴകൾ ഉണ്ടാകുമോ? ചെടികളിൽ, പൂക്കളിൽ, മണ്ണിൽ, മരങ്ങളിൽ, മനുഷ്യരിൽ. ഇറ്റുവീഴുന്ന മഴത്തുള്ളിയെ കുടകൊണ്ട് പ്രതിരോധിക്കുന്നുണ്ട് ചിലർ. പെയ്തിറങ്ങുന്ന മഴയെ ആവോളം ആസ്വദിക്കുന്നുണ്ട് മറ്റു ചിലർ. കുടമറന്നു വെച്ചവൻ ഇത്തിരി പ്രശ്നക്കാരനാണ് മഴ. മനഃപൂർവ്വം കുടമറന്നു വെച്ചവൻ ആനന്ദവും. ചില നേരം പലതുള്ളി ചേർന്നിങ്ങനെ പെരുവെള്ളമാകും. അത് അതിലേറെ പ്രശ്നം. പേമാരി തീർക്കുന്ന ബുദ്ധിമുട്ട് മാറ്റിയാൽ ചാറ്റൽ മഴ നനയാത്ത മനുഷ്യരുണ്ടാകുമോ? മഴ തോർന്നു തീർന്നാലും ഓർമ്മയുടെ കുളിരെങ്കിലും നമ്മളിൽ ഇപ്പോഴും നനവ് പടർത്തില്ലേ? റിപ്പോർട്ടർ, തിരുവനന്തപുരം.